നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഈ കേസിന് ഉണ്ടാവാൻ പോകുന്ന ഒരു സ്വാഭാവിക പരിണിതി, ഇത്ര വലിയ തട്ടിപ്പ് കേസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്വാഭാവികമായ അതിൻ്റെ ഒരു എന്താവുമെന്ന് മുൻകൂട്ടി പറയുകയാണ് അഡ്വക്കേറ്റ് രാജസിംഹൻ. വളരെ ശരിയാണ്. കാരണം ഇത്രയേറെ നിർണായകമായ വിവരങ്ങൾ ഈ ഫ്ളാറ്റ് അസോസിയേഷൻ കൈമാറിയിട്ടും പോലീസ് അതിലേക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല എന്നതാണ് അവരുന്നയിക്കുന്ന ആക്ഷേപം. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അയാൾ എങ്ങോട്ട് പോകുന്നു, എവിടെ പോയി, എന്ത് ചെയ്തു എന്ന് വരെ അറിയാവുന്ന ഒരാൾ, ഒപ്പം ജീവിച്ചിരുന്ന ഒരാൾ. എന്താണ് ഇതിന് അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും വിശദീകരണം, അല്ലെങ്കിൽ പോലീസിന് എന്തെങ്കിലും ഒരു വിശദീകരണം ഇതിൽ പറയാനുണ്ടോ? ഇവർ ഈ ഫ്ളാറ്റ് അസോസിയേഷൻ ഈ അനന്തു കൃഷ്ണനെയും കൂടെ താമസിച്ചിരുന്ന സ്ത്രീയെയും കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അനന്തു കൃഷ്ണൻ ചെറിയൊരു മീനല്ല എന്ന് തുടക്കം മുതൽ തന്നെ നമുക്കറിയാം. ഇതിൽ പല രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ. പിന്നീട് ആ പേരുകളൊക്കെ പിൻവലിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ അവരുടെയൊക്കെ പേരുകൾ പറഞ്ഞിട്ടില്ല എന്ന് പോലീസ് മാറ്റി മാറ്റി പറയുന്ന ഒരു സാഹചര്യം. ഇതിൽ വളരെ ദുരൂഹതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു തട്ടിപ്പ് അനന്തു കൃഷ്ണൻ എന്ന 27-കാരന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള ഉന്നതരുടെ ഇടപെടൽ ഉണ്ടെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതോടൊപ്പം തന്നെയാണ് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന, അതായത് അനന്തു കൃഷ്ണൻ മറൈൻ ഡ്രൈവിൽ താമസിച്ചിരുന്ന അശോക അപ്പാർട്ട്മെന്റിൽ അനന്തു കൃഷ്ണനോടൊപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെക്കുറിച്ച് അവർക്ക് ആർക്കും അറിയില്ല. ആ പെൺകുട്ടി അവരോട് ആരോടും സംസാരിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ അവിടുത്തെ ജിമ്മിൽ വരും, മറ്റ് അവിടെയുള്ള ആക്ടിവിറ്റീസിലെല്ലാം തന്നെ ഈ പെൺകുട്ടി പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇവർക്കറിയില്ല. അനന്തു കൃഷ്ണനെതിരെ കേസ് വരുന്നു. അനന്തു കൃഷ്ണൻ ജയിലിലാകുന്ന സാഹചര്യത്തിലാണ് ഇവർ ഈ അപ്പാർട്ട്മെന്റിലെ CCTV അടക്കം ഈ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ അതിന്റെ അസോസിയേഷനിലുള്ള ഭാരവാഹികൾ പോലീസിന് കൈമാറുന്നു. അവർക്ക് അനന്തു കൃഷ്ണനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ലാലി വിൻസൻ അവിടെ വരുമായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ അസോസിയേഷനിലുള്ള ആളുകളായിരുന്നു. അതിനുശേഷമാണ് ഇവർ ലാലി വിൻസനോട് ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട്. അനന്തു കൃഷ്ണനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവർ കരുതിയിരുന്നത് അനന്തു കൃഷ്ണന്റെ ഭാര്യ എന്നായിരുന്നു. ആ പെൺകുട്ടി ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അനന്തു കൃഷ്ണൻ ചെറിയ കുട്ടിയാണ്, അവൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഒപ്പം ഉണ്ടായിരുന്ന കുട്ടി അക്കൗണ്ടന്റ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ അക്കൗണ്ടന്റ് ആണെങ്കിൽ തീർച്ചയായും ഈ പണവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അനന്തു കൃഷ്ണന്റെ പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയുമല്ലോ എന്നുള്ളൊരു കാര്യം ഈ അസോസിയേഷൻ സെക്രട്ടറിയും ഒപ്പം അഭിഭാഷകനും കൂടി ആയിട്ടുള്ള വ്യക്തി പോലീസിനോട് ഈ അന്വേഷണ സംഘത്തോട് പറയുന്നുണ്ട്. അന്വേഷണ സംഘത്തിന് ഒപ്പം ഈ പെൺകുട്ടിയുടെ CCTV ദൃശ്യങ്ങളടക്കം ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളടക്കം കൈമാറുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ പോലീസിനോട് ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറയുന്നത് അത് അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടന്റ് അല്ല, കോൺഫിഡൻഷ്യൽ പേഴ്സൺ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും. ഈ അനന്തു കൃഷ്ണൻ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ അനന്തു കൃഷ്ണൻ എവിടെയൊക്കെ പോകുന്നുണ്ട്, അനന്തു കൃഷ്ണന്റെ ഇടപാടുകൾ ഏതൊക്കെയാണ്, ആരിൽ നിന്നൊക്കെയാണ് പണം കൈപ്പറ്റിയത്, ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത്, ഈ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരു പെൺകുട്ടി കൂടിയായിരിക്കും ഇത്. പക്ഷേ അന്വേഷണ സംഘമാകട്ടെ ഈ തെളിവുകളടക്കം നൽകിയിട്ടും ഒരു അന്വേഷണം പോലും നടത്തിയിട്ടില്ല, ഒരു നീക്കം പോലും ഈ പെൺകുട്ടിയെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടില്ല എന്നാണ് അസോസിയേഷൻ ഭാരവാഹികൾ ഉന്നയിക്കുന്നത്. അത്തരത്തിലാണെങ്കിൽ ഇത് കൃത്യമായി ഈ അന്വേഷണം അനന്തു കൃഷ്ണൻ പ്രതിയായിട്ടുള്ള തട്ടിപ്പ് കേസ് അത് പാതി വഴിയിൽ നിൽക്കാനുള്ളൊരു സാഹചര്യം തന്നെയാണ് നമുക്ക് മുന്നിലുള്ളതെന്ന് ഉറപ്പിച്ചു പറയുകയാണ് അസോസിയേഷൻ സെക്രട്ടറി രാജസിംഹൻ. ഒപ്പം ഈ പെൺകുട്ടിയെ സംബന്ധിച്ച നിരവധി ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. ഈ പെൺകുട്ടി അല്ലെങ്കിൽ അനന്തു കൃഷ്ണനുമായി അടുത്തിടപഴകുന്നവർ പുറത്തു നിൽക്കുകയാണെങ്കിൽ ഈ കേസ് ഒത്തുതീർക്കുവാനും ഈ തട്ടിയെടുത്ത പണം അത് കടത്തുവാനും, ചിലപ്പോൾ രാജ്യം തന്നെ കടത്തുവാനുമുള്ളൊരു സാഹചര്യം നമുക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുകൂടിയാണ് രാജസിംഹൻ പറയുന്നത്. പക്ഷേ അന്വേഷണ സംഘമാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മറുപടിയും നൽകാൻ തയ്യാറായിട്ടില്ല. ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി അത് അന്വേഷണ പരിധിയിലാണ്, അന്വേഷിക്കുന്നുണ്ടെന്ന് മാത്രമാണ് പറയുന്നത്. അനന്തു കൃഷ്ണൻ മാത്രമാണ് ഇതിൽ പ്രതിയാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ജയിലിൽ പോയിട്ടുള്ളത് അനന്തു കൃഷ്ണൻ മാത്രമാണ്. ഒപ്പം ഉണ്ടായിരുന്നവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല. ഇതിനർത്ഥം ഈ കേസ് പാതി വഴിയിൽ അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുകയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അനന്തു കൃഷ്ണനോടൊപ്പം ഉണ്ടായിരുന്ന, അനന്തു കൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന പെൺകുട്ടി എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിയെ ഇതിൽ പ്രതി ചേർക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാത്തത് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
മറ്റൊന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് ഇതിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിലൊക്കെ കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഇത് പോയി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിയാക്കിയിരിക്കുന്നത് കുടുംബശ്രീയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ഇടനിലക്കാരായിട്ടുള്ള ഈ അനന്തകൃഷ്ണന് വേണ്ടി പണം പിരിച്ച് നൽകിയിട്ടുള്ള അങ്ങനെ ഇടനിലക്കാരായി മാത്രം പ്രവർത്തിച്ച നിരവധി പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ഉന്നതരിലേക്ക് ഈ അന്വേഷണം എത്താതിരിക്കാനുള്ള ഒരു നീക്കമായി തന്നെ കണക്കാക്കാം. ഇത് എങ്ങും എത്താൻ പോകുന്നില്ല. സോളാർ കേസിൽ എന്താണോ സംഭവിച്ചത് അല്ലെങ്കിൽ ഇത്രയും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയായിരിക്കും ഇവിടെ ആവർത്തിക്കുക. ഇരകൾക്ക് അവർക്ക് നീതി കിട്ടില്ല, അവർക്ക് നഷ്ടമായ പണം അത് തിരികെ കിട്ടുമോ എന്നത് പോലും സംശയമായി തുടരുന്നുണ്ട്. ഇപ്പോഴും ഈ കേസുകൾ മജിസ്ട്രേറ്റ് കോടതിയിൽ മാത്രം ഒതുക്കിക്കൊണ്ട് അന്വേഷണ സംഘം ഈ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു 100 ദിവസത്തിനുള്ളിൽ തന്നെ ഈ അനന്തകൃഷ്ണൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങി സാധാരണ ഒരു ജീവിതം അല്ലെങ്കിൽ അയാൾ തട്ടിയെടുത്ത പണവുമായിട്ട് സുഖമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെ സർക്കാരും അല്ലെങ്കിൽ പോലീസും ഒരുക്കി കൊടുക്കുന്നത് എന്ന് കൂടിയാണ് ശരിയാണ് നവമി. അത് തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് ഇനി അന്വേഷണ സംഘമാണ്. കാരണം ഈ തരത്തിൽ അനന്തകൃഷ്ണൻ എന്ന ഒരൊറ്റ വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് അയാൾ ഒറ്റയ്ക്ക് 1000 കോടിയുടെ തട്ടിപ്പ് നടത്തി അയാളെ വിശ്വസിച്ച് നാട്ടിൽ നിന്ന് പണം പിരിച്ച പാവപ്പെട്ട ആളുകളൊക്കെ സ്ത്രീകളെ സഹായിക്കാൻ അല്ലെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകളെ സഹായിക്കാൻ ഇറങ്ങിയവരൊക്കെ കുടുങ്ങുകയും ഈ കേസിലെ ഈ 1000 കോടിയിൽ 3 കോടി മാത്രമാണ് അക്കൗണ്ടിൽ ഉള്ളതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി പണം എവിടെ എന്നൊക്കെ അന്വേഷിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോലീസ് ചെയ്യണം. പക്ഷെ അതെന്തായാലും ഇതുവരെയും ഉണ്ടായിട്ടില്ല. നവമി, ഇതോടൊപ്പം ഇന്ന് മൂവാറ്റുപുഴ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ടല്ലോ. ഇന്നലെ അയാൾ പറഞ്ഞത് ജീവന് ഭീഷണി ഉണ്ടെന്നൊക്കെയാണ്. എപ്പോഴായിരിക്കും കോടതിയിൽ ഹാജരാക്കുക? എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ശ്രീജ, രാവിലെ 11 മണിയോടുകൂടിയായിരിക്കും മൂവാറ്റുപുഴ സെഷൻസ് കോടതി ഹർജി പരിഗണിക്കുക. ജാമ്യം ലഭിക്കാനുള്ളൊരു സാധ്യത വിദൂരമാണ്. കാരണം ഈ കൃത്യമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഇത്രയേറെ പരാതികൾ അനന്തകൃഷ്ണനെതിരെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ജാമ്യം ലഭിക്കുമോ എന്നതിൽ ചില സംശയമുണ്ട്. എങ്കിൽ പോലും ഇന്നലെ ആയിരുന്നു റിമാൻഡ് കസ്റ്റഡി കാലാവധി കഴിഞ്ഞ ശേഷം അനന്തകൃഷ്ണനെ കോടതിയിൽ ഹാജരാക്കിയത്. അതിനുശേഷം അനന്തകൃഷ്ണൻ മാധ്യമങ്ങളോടായി പറഞ്ഞത് തനിക്ക് ഭീഷണിയുണ്ട്, ചില രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, അവരുടെ പേരൊക്കെ പുറത്തു പറഞ്ഞാൽ തന്റെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്നൊക്കെ അനന്തകൃഷ്ണൻ പറയുന്നുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ളൊരു സുരക്ഷ അനന്തകൃഷ്ണന് വേണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതിൽ എന്താണ് സത്യാവസ്ഥ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഉന്നതരുടെ പേര് പറയാൻ പേടിക്കുന്നത്? ഈ ഭീഷണി കൊണ്ട് തന്നെയാണോ? ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉന്നത രാഷ്ട്രീയ നേതാക്കൾ? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത്. അതിനിടയിലാണ് ഇന്ന് 11 മണിയോടുകൂടി അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കുക. എന്തായാലും നമുക്ക് ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കാത്തിരിക്കണം. ഇനി എന്താണ് അന്വേഷണ സംഘത്തിന്റെ തുടർനീക്കമെന്ന് നോക്കേണ്ടതുണ്ട്. ഒപ്പം ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള ഒരു സാധ്യത ഉള്ളതിനാൽ ഇനി എങ്ങനെയായിരിക്കും ഇതിന്റെ അന്വേഷണം? കൂടുതൽ പ്രതികൾ ഇതിൽ ഉണ്ടാകുമോ? അതോ അന്വേഷണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാതി വഴിയിൽ അവസാനിക്കുമോ? ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ശ്രീജ. ശരി. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഈ അനന്തകൃഷ്ണനൊപ്പം കൊച്ചിയിലെ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന യുവതി ആര്, അവർക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ, ഈ തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അവരെ ചോദ്യം ചെയ്യേണ്ടതല്ലേ, എന്തുകൊണ്ട് ആ വിവരങ്ങൾ ഫ്ളാറ്റ് അസോസിയേഷൻ കൈമാറിയിട്ടും പോലീസ് ഇതുവരെ പരിഗണിച്ചിട്ടില്ല? ഈ ചോദ്യങ്ങൾക്ക് ഇന്നത്തെ ദിവസം നമുക്ക് മറുപടി തേടാം. ഇനി പാതിവില തട്ടിപ്പിലൂടെ അനന്തകൃഷ്ണനും സംഘവും പിരിച്ച 1000 കോടി എവിടെ പോയി എന്ന് കണ്ടുപിടിക്കലാവും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ആദ്യത്തെ ദൗത്യം. ഈ പിരിച്ച തുകയിൽ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ആകെ ബാക്കിയുള്ളത് 3 കോടി രൂപ മാത്രമാണ്. 1000 കോടി തട്ടിയെടുത്ത സംഘത്തിന് പിന്നിൽ ഉന്നത ബിസിനസ് രാഷ്ട്രീയ ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കലും പുതിയ സംഘത്തിന്റെ ദൗത്യമാവും. അതിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. സംസ്ഥാനത്താകെ നടത്തിയ തട്ടിപ്പിലൂടെ 1000 കോടി രൂപ അനന്തകൃഷ്ണൻ പിരിച്ചെടുത്തെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇതുവരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത പരാതികൾ പ്രത്യേക അന്വേഷണ സംഘം ക്രോഡീകരിക്കും. ഇതോടെ തട്ടിപ്പ് തുക ഇതിലും ഉയർന്നേക്കാം. ഇത്ര വലിയ തുക കയ്യിലെത്തിയിട്ടും അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ അവശേഷിക്കുന്നത് 3 കോടി മാത്രം. ബാക്കി തുക എവിടെ പോയി? മറ്റേതെങ്കിലും രഹസ്യ അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയോ? ഇതുവരെ ചിത്രത്തിലില്ലാത്ത മറ്റാരെങ്കിലും തട്ടിപ്പിന് പിന്നിലുണ്ടോ? എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആദ്യം കണ്ടെത്തേണ്ടത് ഇതാണ്. മറ്റൊന്ന് ആനന്ദകുമാറിന്റെ തട്ടിപ്പിലെ പങ്കാണ്. ആനന്ദകുമാറാണ് പദ്ധതി പൊളിച്ചതെന്നാണ് അനന്തു പോലീസിന് നൽകിയ മൊഴി. മാധ്യമങ്ങളോടും ഇത് ആവർത്തിച്ചു. NGO കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്ന ആനന്ദകുമാർ സാറ്
വിവിധ CSR ഏജൻസികളിൽ നിന്ന്, വിവിധ കമ്പനികളിൽ നിന്നുള്ള സാമ്പത്തിക സമാഹരണം പറഞ്ഞിരുന്നു. അത് നടക്കാതെ പോയതിലൂടെ സംഭവിച്ചിട്ടുള്ള പ്രതിസന്ധി. 1000 കോടിയുടെ തട്ടിപ്പ് ഒരാൾക്ക് മാത്രം നടത്താനാകുമോ? കേസിൽ വൻകിട രാഷ്ട്രീയ ബിസിനസ് ബന്ധങ്ങളുണ്ടോ? പ്രധാനമന്ത്രിയുടെ അടുത്തെത്താൻ പോലും അനന്തുവിന് കഴിഞ്ഞത് ഈ ബന്ധങ്ങളാണോ? ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി വലുതാണ്. അതിനുമപ്പുറം പൂർണ്ണമായി സ്വതന്ത്ര അന്വേഷണം നടത്താൻ ഈ അന്വേഷണ സംഘത്തിന് കഴിയുമോ? പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന താൽപര്യം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് ഇനിയുമുണ്ടാകുമോ? മിക്ക പരാതികളിലും അനന്തുകൃഷ്ണനൊപ്പം പരാമർശിക്കുന്ന പേരാണ് ആനന്ദകുമാറിന്റേത്. എന്നാൽ തനിക്ക് തട്ടിപ്പിൽ ബന്ധമില്ലെന്നും താൻ കുടുങ്ങിപ്പോയതാണെന്നും ആനന്ദകുമാർ വാദിക്കുന്നു. ഇതിൽ വ്യക്തത വരുത്തേണ്ടത് ക്രൈംബ്രാഞ്ച് സംഘം തന്നെയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.